അതുകൊണ്ട് ഒരിക്കലും ഇയാളെ പുറത്ത് വിടരുത്. ഒരിക്കലും പുറത്ത് വിടരുത്. ഇപ്പൊ പോലെ ഈ കോടതിയിൽ പോലെ നിൽക്കുമ്പോ ആ പേടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അയാളെ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു. പേടി ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചത്? അതെ, ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച വിധി തന്നെയാണ്. ഞങ്ങൾക്ക് തൃപ്തിയാണ്. കേസിൽ അയാൾക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളത് വധശിക്ഷ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഈ ഒരു കേസിൽ ഇയാൾക്ക് കിട്ടാവുന്നതിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയും വരുന്നുണ്ടല്ലോ കേസ്. അടുത്ത കേസിൽ വേണമെങ്കിൽ നമുക്ക് അപ്പൊ ഈ വിധിയിൽ നിങ്ങൾ തീർത്തും തൃപ്തരാണ്? അതെ, ഇയാൾ പുറത്തിറങ്ങരുത് തന്നെയാണ്. നിങ്ങൾ ഇതിൽ തീർത്തും തൃപ്തരാണ്? തൃപ്തരാണ്. ഇനി ജാമ്യമോ പരോളോ കിട്ടരുതെന്നാണ് ആഗ്രഹിക്കുന്നത്? അതെ, പരോളോ ജാമ്യം കിട്ടരുതെന്നാണ് ആഗ്രഹം. അങ്ങനെ വന്നാൽ ഇപ്പോഴും ഒരു ഭയത്തിൽ തന്നെയാണ്? ഭയത്തിൽ തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഭീഷണിയും ഭയം ഉണ്ട് ഇയാളെ, അതുകൊണ്ട് ഒരിക്കലും ഇയാളെ പുറത്ത് വിടരുത്. ഒരിക്കലും പുറത്ത് വിടരുത്. ഇപ്പൊ പോലെ ഈ കോടതിയിൽ പോലെ നിൽക്കുമ്പോ ആ പേടി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അയാളെ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു. പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈ കേസിൽ ഭയങ്കര തൃപ്തിയാണ്. കോടതിയിലേക്കായാലും ഒരുപാട് നന്ദി ഉണ്ട്. ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട്. ഇനിയിപ്പോ തുടർ മേൽക്കോടതിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല? വേണ്ട വേണ്ട വേണ്ട. ഈ കേസിൽ ഇനി അടുത്ത കേസിൽ വേണ്ടത്ര ശിക്ഷ അയാൾക്ക് ലഭിക്കട്ടെ. സജിതയുടെ അമ്മ വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല.